പാലക്കാട് ജില്ലയിലെ കിഴക്കടുത്തുള്ള ഒരു ഗ്രാമമാണ് വടകരപതി. തമിഴ്നാടുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന വടകരപതി ഒരു തമിഴ് ഗ്രാമം തന്നെ. 90% ജനങ്ങളും തമിഴ് മാത്രം സംസാരിക്കുന്നു. തമിഴ് സംസ്കാരം എവിടെയും കാണാം. നീലഗിരി കുന്നിന്റെ താഴ്വാരത്തിലുള്ള ഈ ഗ്രാമം ഒരു മഴനിഴൽ പ്രദേശമാണ്. മഴ തീരെയില്ല, പക്ഷേ കൃഷി ഏറെയുണ്ട്. ഭൂഗർഭത്തോളം നീളുന്ന കിണറുകൾ ഉണ്ടാക്കി വെള്ളം പമ്പ് ചെയ്ത് എല്ലാ വിളകളും നന്നായി ചെയ്യുന്നു. വിളവൈവിധ്യത്താൽ സമ്പന്നമാണ് വടകരപതിയിലെ കൃഷി. എല്ലാത്തരം കൃഷിയും ഇവിടെയുണ്ട്. കേരളത്തിൽ മറ്റെവിടെയും കാണാത്ത വിളകൾ വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ കൃഷി ചെയ്യുന്നു. എല്ലാ പച്ചക്കറികളും സാധാരണ കാണാത്ത അമരയും തുവരയും കാറ്റായിപ്പയറും ഉള്ളിയും കിഴങ്ങും തക്കാളിയും കപ്പലണ്ടിയും മുതിരയും ഉഴുന്നും ഒക്കെ വിളയും മണ്ണാണ് വടകരപതിയുടെ. മണ്ണിന്റെയും കാലാവസ്ഥയുടെയും പ്രത്യേക സ്വഭാവമായിരിക്കാം വിളവൈവിധ്യത്തിന്റെ കാരണം. ചിറ്റൂർ ബെൽറ്റിലെ കരിമണ്ണിന് ഏറെ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് മിക്ക വിളകൾക്കും ഇവിടെ സ്ഥാനമുണ്ട്. കന്നുകാലി തീറ്റയായ മക്കച്ചോളം ധാരാളമായി കൃഷി ചെയ്തു വരുന്നു. മറ്റു തീറ്റപ്പുല്ലുകളും നന്നായി വളർത്തുന്നുണ്ട്. തെങ്ങ് കൃഷിയിൽ നിന്നും പലതരത്തിൽ വരുമാനം കിട്ടുന്നു. നിരവധി കർഷകർ തെങ്ങിനിടയിൽ പല കൃഷികളും ചെയ്യുന്നു. തെങ്ങും ജാതിയും, തെങ്ങും പച്ചക്കറികളും, തെങ്ങും വാഴയും എന്നിങ്ങനെ. കൂടാതെ തെങ്ങ് ചെത്തിയും ഇളനീർ നൽകിയും വരുമാനം കിട്ടുന്നുണ്ട്. ഇപ്പോൾ നീരച്ചെത്തും ധാരാളമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹൈടെക് കൃഷിയുള്ളത് വടകരപതിയിലാണ്. മഴയില്ലാത്ത മഴനിഴൽ പ്രദേശത്തിന് വെള്ളത്തിന്റെ വില നന്നായി അറിയാം. വെള്ളത്തിന്റെ കാര്യക്ഷമമായ ഉപയോഗത്തിന് തുറന്ന കൃത്യതാ കൃഷി ഇവിടെ അവലംബിച്ചിരിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഗ്രാമം ഈ നേട്ടം കൈവരിച്ചത് ഹൈടെക് കൃഷി സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ്. ഹൈടെക് കൃഷി കാഴ്ചകൾ കാണാൻ കേരളത്തിന്റെ വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് പോലും ആത്മപഠനയാത്രകൾ ഉണ്ടാകാറുണ്ട്. വടകരപതിക്കാർക്ക് ഓരോ തുള്ളി വെള്ളവും അമൂല്യമാണ്. മഴ തീരെയില്ലാത്ത ഈ ഗ്രാമം ഇത്രയധികം കൃഷിയിൽ മുന്നേറിയത് പുതിയ കൃഷിരീതികൾ അപ്പോൾ സ്വീകരിക്കുന്നതുകൊണ്ടുകൂടിയാണ്. ഹൈടെക് ഓൺ പ്രിസിഷൻ സമ്പ്രദായത്തിലൂടെ വെള്ളവും വളവും നൽകുകയും മേൽത്തരം വിത്തുകൾ ഉപയോഗിക്കുകയും ചെയ്യുക വഴി ഉൽപാദന വർധനവ് വളരെയധികമുണ്ടായി. വടകരപതിയിലെ ഒരു ചന്തയാണ് വേലന്താവളം. വളരെ പുരാതനമായ നാടൻ ചന്ത. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്നും വിറ്റഴിക്കാനുള്ള അവസരം വേലന്താവളം ചന്തയ്ക്കുണ്ട്. രാവിലെ 7-ന് ആരംഭിക്കുന്ന ചന്ത ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനിക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തക്കാളി ലേലം നടക്കുന്നത് വേലന്താവളത്തിലാണ്. തക്കാളിക്കു മാത്രമായി ഒരു ലേലം ഉച്ചയ്ക്ക് 1 മണി മുതലുണ്ട്. കൃത്യം 1 മണിക്കൂർ കൊണ്ട് ലേലം അവസാനിക്കും. ഒരേക്കറിൽ 10 മുതൽ 15 ടൺ തക്കാളി കിട്ടിയ സ്ഥാനത്ത് തുറന്ന കൃത്യത കൃഷിയിലൂടെ 35 മുതൽ 40 ടൺ വിളവ് വർധന ഉണ്ടായത് വൻ വിലക്കുറവിന് ഇടയാക്കുന്നുണ്ട്. വേലന്താവളം ചന്തയിലെ വിൽപ്പനയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കാം. ഇവിടെ കായ്കറിക്ക് വളരെ വില കുറവാണ്. വാളത്താർ
പടിഞ്ഞാറ് ഭാഗങ്ങളിൽ പോണപ്പോൾ കിലോ 60 രൂപയ്ക്ക് വിൽക്കുന്നത്. ഇവിടെ വാളത്താർ കിലോ ഒരു താറിന് ഒരു കൊലയ്ക്ക് 60 രൂപയാണ് വിൽക്കുന്നത്. തക്കാളി ഒരു 15 കിലോ ബാക്സിന് 50 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇവിടെ വെയിലും ചൂടും പിടിച്ച് ഈ വിലയില്ലാത്ത സമയത്ത് കർഷകർ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് വെറുതെ കൊടുക്കുന്ന മാതിരിയാണ് കൊടുത്തിട്ട് പോകുന്നത്. ഇതിന് എന്തെങ്കിലും പരിഹാരം തരണമെന്ന് അപേക്ഷിക്കുന്നത്. ഇവിടെ വർഷങ്ങളായിട്ട് എൻ്റെ പിതാവ് ഇവിടെ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പച്ചക്കറികളും വാഴക്കൊല ഉൾപ്പെടെ ഞങ്ങൾ വാഴക്കൊലയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇവിടെ ഏകദേശം ഈ കിഴക്കൻ മേഖലയിൽ ഒരുപാട് വാഴക്കൊലകൾ ഇന്ന് പ്രൊഡക്ഷനായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വാഴക്കൊലയ്ക്കൊരു ബുദ്ധിമുട്ടും ഈ മേഖലയിൽ നിന്ന് വരുന്നില്ല. കാരണം മറ്റേ തമിഴ്നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സാധാരണഗതിയിൽ വാഴക്കൊല പൊതുവെ കേരളത്തിൽ കുറവായിരുന്നു. പക്ഷേ ആ ഒരു സ്ഥിതിക്ക് ഒരുപാട് മാറ്റം വന്നിട്ട് ഇന്ന് തമിഴ്നാട്ടിൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള കൃഷി രീതികൾ നമ്മുടെ ഈ കിഴക്ക് മേഖലയിൽ ചെയ്യുന്നുണ്ട്. ഈ വേലന്താളം മാർക്കറ്റ് ഇന്ന് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മാർക്കറ്റാണ്. കാരണം അത്രത്തോളം വാഴക്കൊലകൾ ഒരു സീസണിലൊക്കെ ഒരു 50 ടണ്ണോളം നേന്ത്രക്കൊല ഉൾപ്പെടെ എല്ലാ കായകളും ഇവിടെ വരുന്നുണ്ട്. ഇന്ന് കായയുടെ വരവിനനുസരിച്ചാണ് റേറ്റ്. പക്ഷേ ഇന്ന് ഞാലിപ്പൂൻ ഇത്യാദി ഐറ്റങ്ങൾ വളരെ കുറച്ച് വില കമ്മിയാണ്. മറ്റുള്ള സാധനങ്ങൾ നേന്ത്രക്കായെല്ലാം ഞാലിപ്പൂനൊക്കെ ഒരു 15 കിലോയ്ക്ക് 15 രൂപ എന്നുള്ള തരത്തിലാണ് ഇന്ന് കായ ഇവിടെ ലേലം നടന്നിട്ടുള്ളത്. നേന്ത്രക്കായ ഏകദേശം കഴിഞ്ഞ തവണ 36-37 രൂപ നിലവാരം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. കായയുടെ വരവും വ്യാപാരികളുടെ വരവിനനുസരിച്ചാണ് ഇവിടുത്തെ റേറ്റ് നിശ്ചയിക്കപ്പെടുന്നത്. കായയുടെ വരവ് വളരെയധികം കൂടുകയും വ്യാപാരി കുറയുകയും ചെയ്യുന്ന സമയത്ത് വില കുറയുകയും, കായയുടെ വരവ് കുറയും വ്യാപാരികൾ കൂടുതലുണ്ടെങ്കിൽ വില കൂടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. എങ്കിലും ഒരു ആവറേജ് വിലയ്ക്ക് നല്ല രീതിക്ക് തന്നെ ഇവിടെ കായ വിൽപ്പന നടക്കുന്നതാണ്. 5, 10, 20, 30, 140, 50, 170, 170, KP 150. കാർഷിക ഉൽപ്പന്നങ്ങൾ ലേലത്തിലൂടെ വിറ്റുപോകുന്നു. പക്ഷേ ദുഃഖകരമായ ഒരു സംഗതി, സ്ഥിരം ട്രേഡേഴ്സ് തന്നെയാണ് വിലയിടിവ് ഉണ്ടാക്കുന്നത്. ഒരു കുല 10 കിലോയ്ക്ക് മുകളിൽ കാണും. അതിന് 200 രൂപയാണ് വില. ഒരു കിലോ ഏത്തക്കുല 20 രൂപ, പാളയംകോടൻ 8 രൂപ, റോബസ്റ്റ 5 രൂപയിലും താഴെയാണ് വില. വിൽപ്പനയിലെ മധ്യവർത്തി മാനദണ്ഡം കർഷകർക്ക് ഏറെ മനോവേദനയാണ് സമ്മാനിക്കുന്നത്. വിൽപ്പന ലാഭകരമായില്ലെങ്കിൽ കൃഷി നഷ്ടമാവും. കർഷകർ കൃഷി ഉപേക്ഷിക്കും. കൃഷി ഉപജീവനത്തിനും അതിജീവനത്തിനും ഉപകരിച്ചാലേ കർഷകർക്ക് പ്രയോജനകരമാവും. എൻ്റെ പേര് കുളന്തേ തെരേസ. ഞാൻ വടകർപതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഒരു 10-35 കൊല്ലത്തിന് മുമ്പിൽ വരയ്ക്കും ഇവിടെ ഉള്ള ജനങ്ങൾ മുഴുവതും കൃഷി നമ്പിയായിരുന്ന ജനങ്ങളാണ്. ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ. വെള്ളത്തിൻ്റെ പ്രോബ്ലമും പിന്നെ കൃഷിക്കാർക്ക് പൈസേൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. എന്ന് വെച്ചാൽ അവർ താല്പര്യം പണി ചെയ്യുന്നുണ്ട്, കൃഷി ഉൽപ്പാദിക്കുന്നുണ്ട്, ഇവിടുത്തെ പച്ചക്കറികളൊന്നും ഉൽപ്പാദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവനക്കുള്ള വില ഇവിടെ കിട്ടുന്നില്ല. അവർക്ക് എന്ത് കണ്ടാലും ഇടത്തരക്കാരൻ്റെ ജോലിയാണ്. എന്ന് വെച്ചാൽ വേറെ ഇവിടെ ഒരു തക്കാളിൻ്റെ വില ഇപ്പോൾ 15 കിലോ തക്കാളി ഒരു 50 രൂപയ്ക്കേ പോകണുള്ളൂ. അങ്ങനെ പോകുമ്പോൾ ഒരു കിലോന് 3 രൂപയും കൂടി കിട്ടുന്നില്ല. ஆனால் അതിനുള്ള ചിലവ് നോക്കുമ്പോൾ കൃഷിക്കാരന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗവൺമെൻറ് ഒരു പ്രത്യേക നടപടിക്ക് എടുത്തേ പറ്റുള്ളൂ. നെല്ലിക്കും തേങ്ങയ്ക്കൊക്കെ കാര്യങ്ങളെടുത്ത് കൈയെടുത്തിട്ടുള്ളതുപോലെ ഈ പച്ചക്കറിക്കും വാഴയ്ക്കൊക്കെ ഗവൺമെൻറ് പ്രത്യേകം താല്പര്യം എടുത്തുകൊണ്ട് അവരിനെ കൃഷിക്കാരനെ മുമ്പിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള പ്രശ്നങ്ങൾ തീർക്കാനും ഒരു പൈസ എന്തെങ്കിലും ഒരു സഹായം ഗവൺമെൻറ് ചെയ്താലേ ഇതിനുള്ള മാർഗം കിട്ടുള്ളൂ. വടകരപതിക്ക് കേരളത്തെ തീറ്റിപ്പോറ്റാൻ ശേഷിയുണ്ട്. ആവശ്യത്തിന് പച്ചക്കറി സീസൺ അനുസരിച്ച് ചെയ്യാൻ തയ്യാറായി കർഷകരുണ്ട്. വാഴകൃഷി ഏറ്റവും കൂടുതലാവുമ്പോൾ തീർച്ചയായും കീടരോഗബാധയും കൂടും. മറ്റെവിടെയും ഉള്ളതുപോലെ പിണ്ടിപ്പുഴുവും മാണപ്പുഴുവും ഇവിടെയുമുണ്ട്.
അവയെ നിയന്ത്രിക്കുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം കണ്ടുപിടിച്ച പുതിയൊരു ജൈവമാർഗം വടകരപതിയിൽ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. മിത്രനിമകളെ ഉപയോഗിച്ചുള്ള ഒരു കീടനിയന്ത്രണ മാർഗമാണ് അത്. സാധാരണ തേനീച്ച കൃഷിക്ക് ശല്യമുണ്ടാക്കുന്ന ഒരു കീടമാണ് മെഴുകുപുഴു. ആ പുഴുവിനെ മിത്രനിമ ഉപയോഗിച്ച് കൊല്ലുന്നു. ചത്ത മെഴുകുപുഴുവിനെ കെടാവർ എന്നാണ് വിളിക്കുക. ഈ കെടാവറിനെ ഉപയോഗിച്ചാണ് മാണപ്പുഴുവിനെയും പിണ്ടിപ്പുഴുവിനെയും നശിപ്പിക്കുന്നത്. ജീവനുള്ള മെഴുകു പുഴുക്കളിൽ നമുക്ക് ആവശ്യമുള്ള മിത്രനിമാവരകൾ, അതായത് ശത്രുകീടത്തെ കൊല്ലാൻ ഉപയോഗിക്കുന്ന മിത്രനിമാവരകളെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട്, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിലേക്ക് ഈ മിത്രനിമാവരകൾ ഇതിന് അടുത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയും അവ നേരിട്ട് ഇതിനെ ഉള്ളിൽ പ്രവേശിച്ച് ഇതിനെ 24 മണിക്കൂറിനുള്ളിൽ കൊന്നു കഴിഞ്ഞാൽ അത് എളുപ്പം അറിയാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഈ പാൽ നിറത്തിലുള്ള ഈ പുഴുവിൻ്റെ ഈ ഈ നിറം മാറി നല്ല തവിട്ട് നിറമുള്ള അല്ലെങ്കിൽ ചോക്ലേറ്റ് കളറായിട്ട് മാറും. അത് നമുക്ക് 100% ഉറപ്പിക്കാം. മരിച്ചുപോയ പുഴുക്കളിൽ അല്ലെങ്കിൽ അതിൻ്റെ കീടങ്ങളിൽ ഒരു രീതിയിലുള്ള ദ്രവീകരണം ദ്രവിച്ചു പോകത്തില്ല, അത് നാറ്റം ഉണ്ടാവില്ല. കാരണം ഇതിനകത്തുള്ള ഈ നിമാവരയും ബാക്ടീരിയയും കൂടെ ചേർന്ന് ഇതിനുള്ളിൽ ഈ ദ്രവീകരണം തടയുന്ന ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കും. ആ ആൻറ്റിബയോട്ടിക്സ് കാരണം ഒരിക്കലും നമ്മൾ ഈ പറയുന്ന പുഴുക്കൾ ഒന്നിനും നാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രകൃതിയിൽ പലർക്കും ശ്രദ്ധിക്കില്ല, പെട്ട ശ്രദ്ധ വരത്തില്ല. മണപ്പിച്ച് നോക്കി അറിയാം, ചില സമയങ്ങളിൽ നല്ലൊരു മസ്ക് സ്മെല്ലിൻ്റെ മണം, ഒരു നമ്മൾ പറയും ചില പെർഫ്യൂമിലെ ചെറിയൊരു മണം പോലെ കിട്ടാറുണ്ട്. മിത്രനിമാവര ഉള്ളിൽ കയറി ചത്ത് കഴിഞ്ഞ ഈ മെഴുപുഴുവിൻ്റെ പുഴുക്കളെ നമ്മൾ ഈ ശവശരീരത്തിന് നമ്മൾ കടാവർ എന്നാണ് ശരിക്കും ശാസ്ത്രീയമായി വിളിക്കുന്നത്. ഈ മെഴുപുഴുവിൻ്റെ കടാവർ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാഴയിലെ പ്രധാനപ്പെട്ട ചെല്ലി വർഗത്തിൽപ്പെട്ട കീടങ്ങൾ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നത്. വാഴയിൽ കാണുന്ന പ്രധാനപ്പെട്ട കീടങ്ങൾ ഒന്നെന്ന് പറഞ്ഞാൽ തടതുരപ്പൻ പുഴു എന്ന് പറയുന്ന പുഴുവാണ്. രണ്ടാമത്തേത് മാണവണ്ടിൻ്റെ പുഴുക്കളുമാണ്. അപ്പോൾ അത് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ മാണവണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ചെടി അല്ലെങ്കിൽ കന്ന് നടുന്ന സമയത്ത് ഒരു 4 കടാവർ അതിൻ്റെ ചൂട് ഭാഗത്തിടുക. അത് കഴിഞ്ഞ് നട്ട് കഴിഞ്ഞ് 2ാമത്തെ 5ാമത്തെ മാസം 4 എണ്ണം വീതം ചൂട് ഭാഗത്തിട്ടിട്ട് മണ്ണിട്ട് മൂടി കൊടുത്താൽ മതി. അപ്പോൾ മണ്ണിലെ ജലാംശം ഇത് സ്വാംശീകരിച്ചിട്ട് ഇതിനകത്തുള്ള നിമാവെ കൃത്യമായി ഇറങ്ങി മാണത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പതിയിരിക്കുന്ന മാണപ്പുഴുക്കളെ കൃത്യമായി തേടിപ്പിടിച്ച് കൊല്ലുന്നതാണ് എൻ്റെ പ്രത്യേകത. 24-48 മണിക്കൂറിനുള്ളിൽ പുഴുക്കൾ ചത്ത് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഇതേ സമയത്ത് നമ്മുടെ തടതുരപ്പൻ പുഴുവിൻ്റെ കേസ് അല്ലെങ്കിൽ പിണ്ടി പുഴുവിനെ നശിപ്പിക്കാനാണെങ്കിൽ ചെയ്യേണ്ടത് താഴെയുള്ള, അതായത് നമ്മുടെ വാഴയുടെ താഴെയുള്ള 2-3 ഇല വിട്ടിട്ടുള്ള ഇല കവിളുകളിൽ മിനിമം 4 ഇല കവിളെടുത്ത് ഓരോ ഇല കവിളിൽ ഓരോ കടാവർ ഇട്ട് കൊടുക്കുകയും അതിന് കൂടാതെ വാഴത്തട കെണി പോലെ ഉള്ള ഒരു കെണി ഉണ്ടാക്കുക. അതായത് ഏതാണ്ട് 1 അടി നീളമുള്ള വാഴത്തട മുറിച്ചിട്ട് അത് നെടുങ്ങനെ മുറിച്ച് അതിൻ്റെ ഉള്ളിൽ 2 കടാവർ വെച്ചിട്ട് തിരിച്ച് അതേപോലെ തിരിച്ച് മടക്കി വെച്ചിട്ട് നമ്മൾ 40 വാഴയ്ക്ക് ഒരു വാഴത്തടക്കണി എന്ന രീതിയിൽ വെച്ച് കൊടുത്താൽ ഈ വാഴത്തടക്കണിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന വണ്ടുകളെയും ചെല്ലികളെയും അതിൻ്റെ പുഴുക്കളെയൊക്കെ ഇതും കൊന്നോളും. അതായത് ഇതിൽ ഉദ്ദേശിക്കുന്നത് വാഴത്തടയിൽ ആക്രമിച്ചിട്ട് രക്ഷപ്പെട്ടു പോകുന്ന വല്ലതും ഉണ്ടെങ്കിൽ ആ വണ്ടുകളെയും ഈ വാഴത്തടക്കണി വഴി കൊല്ലാൻ കൂടെ ഉദ്ദേശിക്കുകയാണ്. 2 രീതിയിൽ കൊല്ലാൻ ഉദ്ദേശിക്കുകയാണ്. വാഴപ്പോളയ്ക്കുള്ളിലോ ചുവട്ടിലോ കടാവർ നിക്ഷേപിക്കാതെ വാഴത്തട കെണി വെച്ച് ചെല്ലികളെ കൊടുക്കാം. മാണപ്പുഴു, പിണ്ടിപ്പുഴു എന്നിവയുടെ ശലഭങ്ങളെ ആകർഷിക്കുവാൻ കുലച്ച വാഴയുടെ തടി 1 അടി നീളത്തിൽ മുറിച്ച് 2ആയി വിടർത്തി അതിനുള്ളിൽ 1-2 കടാവറിനെ വച്ചിട്ട് പിളർപ്പിന് ഒരു വിടവുണ്ടാക്കാൻ പാകത്തിൽ ചെറിയൊരു കല്ല് വെച്ച് ചേർത്ത് കെട്ടി വയ്ക്കുക. ഈ കെണി 40 വാഴയ്ക്ക് 1 എണ്ണം എന്ന കണക്കിൽ വാഴത്തോട്ടത്തിൽ വെച്ചു കൊടുക്കാം. വടകരപതി പച്ചക്കറി കൃഷിക്ക് മാത്രമല്ല പെരുമ നേടിയിരിക്കുന്നത്. പച്ചക്കറി വിത്ത് ഉൽപാദനത്തിൽ പെരുമ നേടിയിരിക്കുന്നു. വിത്തുൽപാദന പരിപാടിയിൽ ചീര വിത്ത് സീഡ് കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്ന് കർഷകർക്ക് കൃഷിമുഖേന കൊടുത്തിട്ട് അതിൽ നിന്ന് വിത്ത് വികസിപ്പിച്ചെടുത്ത് തിരിച്ച് കൊടുക്കുന്ന പരിപാടിയുടെ പ്ലോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്.
അരുൺ പറഞ്ഞ വെറൈറ്റിയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു കിലോയ്ക്ക് 500 രൂപ മുതൽ 900 രൂപ വരെ പ്രൊക്യൂർമെൻറ്റ് ചാർജായിട്ട് അവർ തരുന്നുണ്ട്. സംസ്ഥാന സീഡ് അതോറിറ്റിയുടെ വിത്ത് കലവറയാണ് വടകരപ്പതി. VFPCKയുടെയും വിത്തുൽപാദനം വടകരപ്പതിയിലെ കർഷകർ ഏറ്റെടുത്തിരിക്കുന്നു. 2 കോടിയിലേറെ രൂപയുടെ വിത്താണ് ഓരോ വർഷവും കർഷകർ ഈ 2 ഏജൻസിയിലൂടെയും വിറ്റഴിക്കുന്നത്. പച്ചക്കറിക്ക് വിലക്കുറവ് വരുന്നതിനാൽ കൂടുതൽ കർഷകർ വിലസ്ഥിരതയുള്ള പച്ചക്കറി വിത്തുൽപാദനത്തിലേക്ക് തിരിയുകയാണ്. കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ഹൈടെക് കൃഷി ചെയ്യുകയാണ് ഇവിടെ വന്നിട്ട്. പച്ചക്കറി ചെയ്ത് നമുക്ക് ഒന്നും ഗുണകരമുണ്ട്. വിത്തുൽപാദനം നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. വിത്തുൽപാദനത്തിൽ നമുക്ക് വന്നിട്ട് നേട്ടങ്ങൾ പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ. എൻ്റെ അച്ഛൻ വന്ന് ഒരു കൃഷിക്കാരനാണ്. എൻ്റെ അച്ഛൻ എന്നെ കൃഷിക്കാരനാക്കി. അതുപോലെ ഞാനും എൻ്റെ മകനെ കൃഷിക്കാരനായി പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. കേരളത്തിൽ പൊതുവെ അന്യം നിന്ന് പോയ വിളകളാണ് മുതിരയും ഉഴുന്നും. മറ്റെവിടെയും കാണാത്ത ഈ വിളകൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഇവിടെ ഇപ്പോഴും കൃഷി ചെയ്യുന്നു. Here in this area, the farmers, they are cultivating vegetables as well as some of the food grains like paddy and some of the commercial crops like sugarcane, like that. Today our farmers are much in need of water. That's what the primordial problem here. And the second thing, our farmers are, today the marketing is not in the hands of the farmers, so they have to depend upon the brokers like middlemen. So they have to take the vegetables or produce to the market. They cannot sell what they want. They can sell only what the market is fixed. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ മിക്കവാറും എല്ലാ പദ്ധതികളും ഏറ്റവും കൂടുതൽ വടകരപ്പതിയിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇപ്പോൾ പച്ചക്കറിക്കാണെങ്കിൽ പച്ചക്കറി കൃഷി വികസന പദ്ധതികൾ, വിത്തുൽപാദനത്തിന് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രത്യേകതരം പാക്കേജുകൾ, പിന്നെ 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 സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ വിവിധ പദ്ധതികൾ, രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ പദ്ധതികൾ, അങ്ങനെ പിന്നെ ജനകീയാസൂരണ പദ്ധതികൾ, അങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത കേരളത്തിൽ മറ്റെവിടെ ഇല്ലാത്ത രീതിയിലുള്ള ഫണ്ടുകളുടെ വിനിയോഗം കാര്യക്ഷമമായിട്ട് കൃഷിഭവനിൽ നിന്നും നടപ്പിലാക്കുന്ന കൃഷിക്കാർക്ക് ഏറെ സഹായങ്ങൾ ഓരോരോ കൃഷിക്കും കിട്ടുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. കാലമിനിയുമൊരുളും വിഷുവരും വർഷം വരും പിന്നെ എന്ന NN കക്കാടിന്റെ വരികൾ ഓർത്തിടാൻ നമുക്ക് എല്ലാം ശുഭകരമാകുമെന്ന് നമുക്ക് ആശിക്കാം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता।
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് സൗജന്യ പരിശീലനം. കാർഷിക സർവകലാശാല പുതിയ ഇനം പടവലം പുറത്തിറക്കി. വിശദമായ വാർത്തകളിലേക്ക്. കാർഷിക ബിരുദധാരികൾക്കും കാർഷിക വിഷയത്തിൽ VHSC കോഴ്സ് പൂർത്തിയാക്കിയവർക്കും കാർഷിക സംരംഭങ്ങൾ ആരംഭിക്കാൻ വെള്ളായണി കാർഷിക കോളേജിൽ സൗജന്യ പരിശീലനം നൽകുന്നു. ക്ലാസുകൾക്കൊപ്പം വിവിധ കാർഷിക സംരംഭങ്ങൾ നേരിൽ കാണുവാനുള്ള അവസരവും പരിശീലനാർത്ഥികൾക്ക് ലഭിക്കും. അഭിമുഖത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 35 പേർക്കാണ് പരിശീലനം നൽകുക. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കാർഷിക തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 20 ലക്ഷം രൂപ വരെയുള്ള വായ്പയും ലഭ്യമാകും. ഏപ്രിൽ 5 വരെ ഇതിനായി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447051292. കാർഷിക വിളകളെ ബാധിക്കുന്ന രോഗകീടങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനുള്ള ജൈവ നിയന്ത്രണോപാധികൾ സംസ്ഥാന ബയോ കൺട്രോൾ ലാബിൽ ലഭ്യമാണ്. മിത്ര ബാക്ടീരിയയായ സ്യൂഡോമോണസ്, മിത്ര കുമിളുകളായ ട്രൈക്കോഡെർമ വിറിഡെ, ബിവേറിയ, വെർട്ടിസീലിയം എന്നിവയാണ് വിതരണത്തിന് തയ്യാറായിട്ടുള്ള ജൈവ കീടനാശിനികൾ. സ്വാശ്രയ സംഘങ്ങൾക്കും വിവിധ സന്നദ്ധ സംഘടനകൾക്കും ജൈവ നിയന്ത്രണോപാധികളിലൂടെ നിർമ്മാണത്തിൽ പരിശീലനം നൽകാനും ലാബ് സജ്ജമാണ്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസവും ഫോൺ നമ്പറും ഇനി പറയുന്നു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ, സംസ്ഥാന ബയോ കൺട്രോൾ ലാബ്, മണ്ണുത്തി, തൃശൂർ. ഫോൺ നമ്പർ 04872374 വിത്തിലും വിളവിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പടവലം കൂടി കാർഷിക സർവകലാശാല പുറത്തിറക്കി. ഹരിതശ്രീ എന്നാണ് പുതിയ പടവലത്തിന്റെ പേര്. 25 സെന്റിൽ നിന്ന് 4000 കിലോഗ്രാം വരെ വിളവ് ലഭിക്കുന്നതാണ് ഹരിതശ്രീ. വളരെ നേരത്തെ കായ്ക്കുന്ന ഹരിതശ്രീ പടവലത്തിന്റെ കായകൾക്ക് 650 ഗ്രാം മുതൽ 750 ഗ്രാം വരെ തൂക്കവും ശരാശരി 68 സെന്റിമീറ്റർ നീളവും ഉണ്ടാകും. നട്ട് 8 ആഴ്ച കഴിയുമ്പോൾ ആദ്യ വിളവെടുപ്പിന് തയ്യാറാകും. ജൈവ വളപ്രയോഗത്തിലൂടെ കൃഷി ചെയ്യാൻ പറ്റിയ ഇനമാണ് പുതിയ പടവലം. ഏപ്രിൽ മാസം മുതൽ വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചറിൽ നിന്ന് ഹരിതശ്രീയുടെ വിത്തുകൾ ലഭിക്കും. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048724384481. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയോടനുബന്ധിച്ചുള്ള ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാർച്ച് 18, 19 തീയതികളിൽ ആടുവളർത്തലിൽ പരിശീലനം നൽകുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 0479245778. കൃഷിവകുപ്പിന്റെ കീഴിൽ എല്ലാ ജില്ലകളിലും മണ്ണ് പരിശോധനാശാലകൾ പ്രവർത്തിക്കുന്നു. ഇവിടെ ഓരോ വിളകൾക്കും ശാസ്ത്രീയ കൃഷിക്കും വേണ്ടി കർഷകർക്ക് മണ്ണ് പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വരുന്നു. മണ്ണ് പരിശോധന നടത്താൻ ആഗ്രഹിക്കുന്ന കർഷകർ മണ്ണ് അടുത്തുള്ള കൃഷിഭവനിൽ എത്തിക്കേണ്ടതാണ്. പരിശോധനയ്ക്കായി നൽകുമ്പോൾ മേൽവിലാസവും വിളകളുടെ വിവരവും സർവേ നമ്പറും മണ്ണ് സാമ്പിളിനോടൊപ്പം നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടുക. 2016 ഐക്യരാഷ്ട്ര സംഘടന പയർവിള വർഷമായി ആചരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ പയർവിള കൃഷി വ്യാപനത്തിന് കൃഷിവകുപ്പ് പ്രാധാന്യം നൽകുന്നു. വേനൽക്കാലത്ത് തരിശിടുന്ന തെങ്ങിൻ തോപ്പുകൾ, തരിശുപാടങ്ങൾ, വാഴ, മരച്ചീനി തോട്ടങ്ങൾ എന്നിവിടങ്ങളിൽ പയർവർഗ്ഗ വിളകൾ കൃഷി ചെയ്യാം. തിരുവനന്തപുരത്തും തിരുമലയിലും പാലക്കാടും പ്രവർത്തിക്കുന്ന നാഷണൽ സീഡ് കോർപ്പറേഷൻ വൻപയർ, ചെറുപയർ, ഉഴുന്ന്, മുതിര, തുവര എന്നിവയുടെ വിത്തുകൾ ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. തിരുവനന്തപുരം 04712356 പാലക്കാട് 049125666414. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊച്ചിയിൽ 7600 രൂപ, കോഴിക്കോട് 8500 രൂപ, തൃശൂർ 7500 രൂപ. കൊപ്ര കൊച്ചി 5215 രൂപ, കോഴിക്കോട് 5400 രൂപ, തൃശൂർ 5240 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 62000 രൂപ, ഗാബിൾഡ് 65000 രൂപ. ചുക്ക് മീഡിയം 17000 രൂപ, ബെസ്റ്റ് 11500 രൂപ. മഞ്ഞൾ സേലം 11100 രൂപ, ഈറോഡ് 11300 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 10750 രൂപ, RSS 4ാം ഗ്രേഡ് 10800 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 10750 രൂപ, RSS 4ാം ഗ്രേഡ് 11800 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 7600 രൂപ, കൊപ്ര 5215 രൂപ,
പിണ്ണാക്ക് എക്സ്പെല്ലർ 2000 രൂപ, റോട്ടറി 2300 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 62,000 രൂപ, ഗാബിൾഡ് 65,000 രൂപ, ചുക്ക് മീഡിയം 17,000 രൂപ, ബെസ്റ്റ് 18,500 രൂപ. അടയ്ക്ക പുതിയത് 19,000 രൂപ മുതൽ 20,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 180 രൂപ മുതൽ 200 രൂപ വരെ. തൊണ്ടില്ലാത്തത് 380 രൂപ മുതൽ 400 രൂപ വരെ. ജാതിപത്രി 600 രൂപ മുതൽ 925 രൂപ വരെ. ഗ്രാമ്പു 765 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 10,750 രൂപ. RSS 4 ഗ്രേഡ് 10,800 രൂപ. ഒട്ടുപാൽ 7,600 രൂപ. ലാറ്റക്സ് 7,600 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.1. കോഴിക്കോട് 38.6, 26.9. കൊച്ചി 33.6, 27. ആലപ്പുഴ 36.2, 27.5. പുനലൂർ 36.6, 24. തിരുവനന്തപുരം 36.5, 26.6 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.